നമസ്കാരം. ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് എടുക്കുന്നത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു. സൗജന്യ ജ്യോതിഷ ഉപദേശം എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മൾ ഒരു എപ്പിസോഡായിട്ട് നടത്തുന്നുണ്ട്. അതായത് അതിന്റെ പേര് ആസ്ക് ആൻഡ് ആൻസർ എന്നാണ്. ചോദിക്കൂ പറയാം. അത് നമ്മൾ ഏകദേശം 4 വർഷക്കാലം ഇപ്പോൾ കഴിഞ്ഞു. ഒരു 5-ാം വർഷമാണ് പോകുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി മെസ്സേജുകൾ വരുന്നുമുണ്ട്. നമ്മൾ സമയമാണ് പ്രധാന പ്രശ്നം. സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ കൊടുക്കാതിരിക്കുകയാണ്. ഫ്രീ ആസ്ട്രോളജി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയണം ഈ ഫ്രീ ആസ്ട്രോളജി എങ്ങനെയാണ് ലഭിക്കുന്നത്, ആർക്കാണ് ലഭിക്കുന്നത്, ഇതൊക്കെ കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം മെസ്സേജുകൾ അയക്കണം. ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്ന നിബന്ധനകളുണ്ട്. നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ ഒരു ജ്യോതിഷനെ കാണാൻ പണം ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്കാണ് ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നത്. വളരെ പ്രശ്നങ്ങളിലൂടെ പോകുന്ന, വളരെ ദാരിദ്ര്യത്തെ അവസ്ഥയിൽ, വളരെ ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നത്. ആ ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആസ്ക് ആൻഡ് ആൻസർ എന്ന് പറയുന്ന പ്രോഗ്രാം വാട്സപ്പിലല്ല കൊടുക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ചില ആൾക്കാർ പറയും വാട്സപ്പിലാണല്ലോ എനിക്ക് വേണ്ടത്, വാട്സപ്പിൽ തരത്തില്ല, എനിക്ക് മറ്റേ ആവശ്യമില്ല, എനിക്ക് വാട്സപ്പിലാണെങ്കിൽ മാത്രം മതി. വാട്സപ്പിലല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ ആസ്ക് ആൻഡ് ആൻസർ എന്ന് പറഞ്ഞ എപ്പിസോഡിലാണ് കൊടുക്കുന്നത്. അതിനകത്ത് പിന്നെ വേറൊരു കാര്യം ഞാൻ പ്രത്യേകം അതിനകത്ത് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും അതിനകത്ത് വെളിപ്പെടുത്തില്ല. ജസ്റ്റ് നിങ്ങളുടെ പേര് മാത്രം, പേരും നിങ്ങൾ എവിടുന്നാണ് അയക്കുന്നത്, ഇത് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇതെന്റെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട് വരില്ല. അത് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരുടെയും. പിന്നെ നമ്മുടെ വാട്സപ്പിലല്ല ഇത് കൊടുക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ ആസ്ക് ആൻഡ് ആൻസർ എന്ന് പറയുന്ന എപ്പിസോഡിലാണ് ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നത്. അപ്പം അത് ആദ്യം മനസ്സിലാക്കുക. ആർക്കൊക്കെ ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഒരു ജ്യോതിഷനെ കാണാൻ മിനിമം 500 മുതൽ 1000 രൂപ വരെ ഫീസ് അടയ്ക്കണം. പോയി ക്യൂ നിൽക്കണം. അങ്ങനെയൊക്കെ പിന്നെ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള വിഷയങ്ങളുള്ള സമയത്ത് ഇത്രയും പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആൾക്കാർക്ക് 500-1000 രൂപ കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാണില്ല. ചിലപ്പോൾ വളരെ പ്രശ്നങ്ങളോട് ദുരിതങ്ങളിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ ഫ്രീ ആസ്ട്രോളജി. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എപ്പോഴും ശ്രീഭദ്രായ ഉഷാല നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. നിങ്ങൾ പ്രശ്നത്തിലാണ്, ദുരിതങ്ങളിലൂടെയാണ്, നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആസ്ട്രോളജി നൽകും, ഒരു സംശയമില്ല. അപ്പം നമുക്ക് ഫ്രീ ആസ്ട്രോളജി തുടങ്ങി പുതിയ എപ്പിസോഡിലേക്ക് പോവാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. നമസ്കാരം. ഫ്രീ ആസ്ട്രോളജിയിൽ ആദ്യമായിട്ട് പറയുന്നത് അനീഷാണ്. അനീഷ് അയച്ചിരിക്കുന്ന പത്തനംതിട്ടയിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിവാഹം ഇത്രയും നാളായിട്ട് നടന്നിട്ടില്ല. കുറേ ആലോചനകളൊക്കെ വന്നു, ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. 21/5/1988 അല്ലേ. ഇപ്പം താങ്കളുടെ ഗ്രഹനിലയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. താങ്കളുടെ ഗ്രഹനിലയ്ക്ക് 7-ാം ഭാവത്തിന് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതായത് വിവാഹഭാവം ചിന്തിക്കുന്ന പിന്നെ ഭാവത്തിന് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ താങ്കൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേതുർദശയിൽ ആദ്യത്തിൻ്റെ അപകാരകാലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തടസ്സങ്ങളുണ്ട്. പിന്നെ 7-ാം ഭാവാധിപൻ ആദിത്യനായതുകൊണ്ട് താങ്കൾക്ക് വലിയ താമസമില്ലാതെ, അതായത് ഈ 2024 തീരുന്നതിന് മുമ്പായിട്ട് താങ്കൾക്ക് വിവാഹം നടക്കുക. അതായത് 3-4 മാസത്തിനുള്ളിൽ താങ്കളുടെ വിവാഹം നടക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്കളുടെ നാൾ രജ്ജുദോഷത്തിൽപ്പെട്ട നാളാണ്, പൂയ നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് മകരം, അവിട്ടം, പൂരം, പൂരാടം, ഭരണി, അഴ, ഉത്രട്ടാതി, ചിത്തിര ഇത്തരം നാളുകൾ ഒഴിച്ചുള്ള നാളുകൾ വേണം താങ്കൾ വിവാഹത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടി. കാരണം മധ്യമരജ്ജദോഷമുള്ള നാളുകൾ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. അതും താങ്കൾക്കൊരു വിവാഹ തടസ്സത്തിന് ഇടയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഗ്രഹനില തമ്മിലുള്ള പാപസാമ്യത പൊരുത്തമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഈ പറയുന്ന വഴിപാടുകൾ താങ്കൾ ചെയ്തുകൊള്ളുക. അതായത് താങ്കൾ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ശിവനും പാർവതിയും കൂടെ ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന 12 അടുപ്പിച്ച് നടത്തുക കേട്ടോ. 12 അടുപ്പിച്ച് നടത്തിയതിന് ശേഷം മാസത്തിൽ ഓരോന്ന് നടത്തുക. അതിനുശേഷം മാസത്തിൽ ഒന്ന് നടത്തുക. പിന്നെ ഉമാമഹേശ്വര പൂജയും മാസത്തിൽ ഒന്ന് നടത്തുക. 12 അടുപ്പിച്ച് നടത്തിയതിന് ശേഷം കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങളുടെ കരയിലെ ക്ഷേത്രത്തിൽ സർവ്വവിഘ്നോപശാന്തിക്ക് അഷ്ടദ്രവ്യ സഹിതം ഒരു ഗണപതി ഹോമം നടത്തുക. കരയിലെ ദേവിക്ക്
കടുംപായസം മുടയാണ് അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുക, ശനീശ്വരന് യഥാശക്തി വഴിപാടുകൾ നടത്തുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ചെയ്തോളൂ. പൂർണ്ണമായിട്ടും താങ്കളുടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങി താങ്കൾക്ക് ഈ ഒരു മാക്സിമം ഒരു 5 മാസത്തിനുള്ളിൽ താങ്കളുടെ വിവാഹം നടക്കാനുള്ള ഇടയുണ്ട് കേട്ടോ. മറ്റു വിഷയങ്ങളൊന്നുമില്ല. പിന്നെ വീട്ടിൽ പിതൃക്കളെ ശുദ്ധിയാവാനുണ്ടെങ്കിലോ സർപ്പദോഷങ്ങളുണ്ടെങ്കിലോ അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ടെങ്കിൽ മറ്റു വിഷയങ്ങളുണ്ട്. അത് കുടുംബ പ്രശ്നങ്ങളൊക്കെ വെച്ച് ചിന്തിക്കണം. കാരണം നമ്മളിപ്പോൾ ഗ്രഹനില തമ്മിൽ താങ്കൾക്ക് യാതൊരു ദോഷങ്ങളും കാണുന്നില്ല. വിവാഹത്തിന് നടക്കാതിരിക്കാനുള്ള യാതൊരു പ്രശ്നങ്ങളും താങ്കളുടെ ഗ്രഹനിലയിൽ കാണുന്നില്ല. ഈ പറഞ്ഞ ഒന്നാമത് താങ്കൾ വിവാഹ യോഗം കൂടിയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്തുകൊള്ളുക. തീർച്ചയായിട്ടും താങ്കൾക്ക് അതിനുള്ള ഫലമുണ്ടാകും. നന്ദി, നമസ്കാരം. അടുത്തത് ശൈലേഷാണ്. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ 2011 ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ആക്സിഡൻറ്റിൽ മേജർ സർജറി 4 കഴിഞ്ഞു. ഇപ്പോൾ ഊന്നുവടിയിൽ നടക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണെന്നാണ് പറയുന്നത്. വളരെ ദുരിതമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ താങ്കളുടെ ഗ്രഹനില പരിശോധിച്ചു കേട്ടോ. താങ്കളുടെ ഗ്രഹനില പരിശോധിച്ചതിൽ താങ്കൾക്ക് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിദശാകാലമാണ്. പക്ഷെ താങ്കൾ വീഴുന്ന സമയത്ത് പിന്നെ വ്യാഴദശയിൽ ശനിയുടെ അപാരകാലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യാഴവും ശനിയും ഗുളികനും ഒക്കെ ഒരേ രാശിയിലാണ് നിൽക്കുന്നത് താങ്കളുടേത്. എന്താണെങ്കിലും താങ്കൾക്ക് 2025 10-ാം മാസത്തോടു കൂടി താങ്കൾക്ക് കുറച്ച് ഈ ദുരിതങ്ങൾക്ക് അറുതി വരുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ദുരിതങ്ങളുടെ ശമനമുണ്ട്. അതുവരെ താങ്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ സമയം വളരെ മോശകരമാണ്. താങ്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതായത് ശനീശ്വര മന്ത്രം ശനിയാഴ്ച ദിവസം ജപിക്കുക. പിന്നെ താങ്കൾക്ക് നടക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നീലാഞ്ജനം, അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുകയും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെച്ചാശ്രയമോ കുരിയാലയോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് വിളക്കൊക്കെ കത്തിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഇനി പുരോഗതി ഉണ്ടാകാൻ പറ്റുള്ളൂ. കാരണം താങ്കൾക്ക് ഓൾറെഡി ശനിയുടെ ദശാകാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു കടമ്പകളൊക്കെ കടക്കണമെങ്കിൽ കുറച്ച് പ്രയാസകരമാണ് താങ്കളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. 2025 മുതൽ താങ്കൾക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. 2025 അവസാനം മുതൽ 10-ാം മാസത്തിന് ശേഷമേ. അതുവരെ ഈ പറഞ്ഞ വഴിപാടുകൾ മുടങ്ങാതെ ചെയ്യുക. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക. ശനിയാഴ്ച ദിവസം ശനീശ്വര മന്ത്രം ജപിക്കുക. പിന്നെ ശാസ്താവിനും വഴിപാട് നടത്തുക. കൃഷ്ണൻ അമ്പലത്തിൽ വ്യാഴാഴ്ച ദിവസം പോയി പാൽപ്പായസം നടത്തിയാൽ നല്ലതാണ്. അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പാൽപ്പായസം നടത്തുന്നത് നല്ലതാണ്. എന്തായാലും ഈ 2025 10-ാം മാസത്തിന് ശേഷം താങ്കൾക്ക് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും കേട്ടോ. താങ്കളുടെ ജീവിതത്തിൽ നല്ല സമയങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. വിഷമിക്കേണ്ടതൊന്നുമില്ല. താങ്കളൊരു ഡിഗ്രി ഹോൾഡറാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലികൾ ലഭിക്കും. ഏതായാലും ഈ ഒരു 15 15 എന്താണെങ്കിലും താങ്കളുടെ ജനസമയത്ത് നേരിയ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 2015 വരെ 15 പകുതിക്ക് ശേഷം 10-ാം മാസം വരെ പോകേണ്ടി വരില്ല. പകുതിക്ക് ശേഷം തന്നെ താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേർ വെളിച്ചം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതുവരെ വഴിപാടുകൾ ചെയ്യുക. നന്ദി, നമസ്കാരം. നമസ്കാരം. അടുത്തത് അഖിലയാണ്. അഖില അയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലി ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത്. കാരണം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാറില്ല. പക്ഷേ ഇത് കുറേ മെസ്സേജുകൾ അയച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായ വിഷയങ്ങളിൽ ശരിക്കും കർമാധിപൻ്റെ ദശാകാലമാണ് നടക്കുന്നത്. അതായത് ജോലി ലഭിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള സമയമെന്നർത്ഥം. അപ്പം 2026 ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലിക്ക് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അർദ്ധ സർക്കാർ മേഖലയിലാണെങ്കിലും ജോലി ലഭിക്കാനുള്ള ഇടയുണ്ട് കേട്ടോ. അപ്പം ഒരു കാര്യം ചെയ്യുക. ഇപ്പം സുബ്രഹ്മണ്യ സ്വാമിക്ക് മാസത്തിലെ നാളുതോറും വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ശനീശ്വരന് വഴിപാടുകൾ നടത്തുക കേട്ടോ. ശനീശ്വരന് ശനിയാഴ്ച ദിവസം നീലാഞ്ജനം നടത്തുകയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കുളിച്ചൊഴുത് മാല, അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് 2026 തീരുന്നതിന് മുമ്പായിട്ട് ജോലി ലഭിക്കാനുള്ള ഇടയുണ്ട്. പക്ഷേ ഗവൺമെൻറ് ജോലി കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ അർദ്ധ സർക്കാർ മേഖലയിലൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ വഴിപാട് നടത്തുക. അതുപോലെ തന്നെ മാസത്തിലൊരു പ്രാവശ്യം കൃഷ്ണന് പാൽപ്പായസം, അർച്ചന മുതലായ വഴിപാടുകളും നടത്തുക കേട്ടോ. ജോലിക്ക് ചാൻസ് ഉണ്ട്. 26 എന്താണെങ്കിലും ജോലി ലഭിക്കും. പക്ഷേ ഗവൺമെൻറ് മേഖലയിൽ ലഭിക്കുക എന്നുള്ളത് നമുക്കൊരു 50% മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ.
അപ്പോൾ എന്താണെങ്കിലും ശ്രമിക്കുക, ടെസ്റ്റുകളൊക്കെ എഴുതുക കേട്ടോ. ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ജോലി ലഭിക്കത്തക്ക രീതിയിലുള്ള ദശാകാലമാണ് താങ്കൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ചാൻസ് ഉണ്ട്, 26-നുള്ളിൽ ജോലി ലഭിക്കും കേട്ടോ. അടുത്തത് റസ്വാനാണ്. റസ്വാന് 5/2/2001 ജനിച്ച ആളാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയാണെന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പം ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് പറയുന്നത് അല്ലേ. സംസാരശേഷിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് വിഷയങ്ങളുള്ള കുട്ടിയാണ്. ഞാൻ കാര്യങ്ങൾ നോക്കി. ഇപ്പോൾ വ്യാഴദശയാണ്, ദശാകാലം കുഴപ്പമില്ല. വ്യാഴദശയിൽ രാഹുവിൻ്റെ അപകാരകാലമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് കുട്ടി കാണിക്കുന്നത്. 2025 വരെ ഈ രാഹുവിൻ്റെ ദശാകാലം നിലനിൽക്കും. 2025 12-ാം മാസം വരെ ഇദ്ദേഹത്തിന് രാഹുവിൻ്റെ അപകാരകാലമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഗ്രഹനിലയിൽ തന്നെ മനകാരകൻ ചന്ദ്രൻ 12-ലാണ് ഓൾറെഡി. അതുപോലെ തന്നെ ഗ്രഹനിലയിൽ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് കുറച്ച്. അപ്പോൾ ഒരു കാര്യം ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക കുട്ടിക്ക് വേണ്ടി. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ബ്രഹ്മീകൃതം സരസ്വതി മന്ത്രം ജപിച്ചത് ഒരു 41 ദിവസം കുട്ടിക്ക് രാവിലെ ആഹാരത്തിന് മുന്നേ ആയിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മൈൻഡൊക്കെ കുറച്ച് ശരിയാകും, കുറച്ചൊന്ന് തണുക്കും, ദേഷ്യങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓൾറെഡി ഈ കുട്ടിയുടെ ഗ്രഹനിലയിൽ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. മനകാരൻ ചന്ദ്രൻ്റെയൊക്കെ 12-ലെ സ്ഥിതിയും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടിയുടെ ഗ്രഹനില തന്നെ അങ്ങനെയാണ്. അപ്പോൾ എങ്കിലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം കുറയണമെങ്കിൽ ഈ രാഹുവിൻ്റെ അപകാരകാലം നിലനിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ കുറച്ച് രോഗദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവാനുള്ള ഇടയുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ മത ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുക. കുട്ടിയുടെ പേരിൽ യത്തീംഖാനയിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് അന്നദാനത്തിനുള്ള പണമൊക്കെ കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ കുറച്ച് വ്യത്യാസം വരും. ദശാകാലത്തിൻ്റെയാണ്. ഏതായാലും 2025 12-ാം മാസത്തിന് ശേഷം വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. 2025 ഇദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ കുറച്ച് വ്യത്യാസം വരും. എന്താണെങ്കിലും നമ്മൾ വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിസ്കാരങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, യത്തീംഖാനയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വഴിപാടായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മരുന്ന് കൊടുക്കുക കേട്ടോ. ബ്രഹ്മീകൃതം സരസ്വതി മന്ത്രം ജപിച്ചത് കൊടുക്കുക. അത് തുടർച്ചയായിട്ടും കൊടുത്താലും കുഴപ്പമില്ല. 2025 വരെ കൊടുത്താലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് കൊടുക്കുക. പിന്നെ പനിയുള്ള ദിവസങ്ങളിലൊന്നും കൊടുക്കരുത് കേട്ടോ. അപ്പം ശരി, ഇത്തരം കാര്യങ്ങളാണുള്ളത്. അപ്പം നമ്മൾ ഇത്രയും പേരുടെ കാര്യങ്ങളാണിന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി കിട്ടാത്തവർ റിമൈൻഡർ അയച്ചിട്ടാൽ, അതായത് ഒന്നുകൂടെ മെസ്സേജ് ഇതിനകത്ത് അയച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊന്ന് തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിൽ പോകുന്ന ആൾക്കാർക്ക് മറുപടി ഈ സൗജന്യ ജ്യോതിഷ ഉപദേശത്തിലൂടെ നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെ നിന്നാണ് അയക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, ഫ്രീ ആസ്ട്രോളജി ലഭിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രമേ അയക്കാവൂ. അല്ലാത്തതൊക്കെ റിജക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അർഹതപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അങ്ങനെയുള്ളവർ അയച്ചിടുക. നന്ദി, നമസ്കാരം.